ഫ്രഷ്കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിന് പ്രവർത്തിക്കാൻ ഹൈക്കോടതിയുടെ അനുമതി. സംസ്ഥാന സർക്കാർ നൽകിയ സ്റ്റോപ്പ് മെമ്മോയ്ക്കെതിരെ കമ്പനി നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. UDF MLA-മാരുടെ നേതൃത്വത്തിൽ നടത്തിയ സമരമാണ് കമ്പനിക്ക് സഹായം ഒരുക്കിയതെന്ന് പരാതിക്കാരനായ സൈദലവി പറഞ്ഞു. താമരശ്ശേരി കട്ടിപ്പാറ പഞ്ചായത്തിലെ ഫ്രഷ്കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിന് തുടർന്നും പ്രവർത്തിക്കാമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടു. കമ്പനിക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നും ഹൈക്കോടതി അറിയിച്ചു. ഫ്രഷ്കട്ടിന് സംസ്ഥാന സർക്കാർ നൽകിയ സ്റ്റോപ്പ് മെമ്മോക്കെതിരെ കമ്പനി നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയിൽ വെള്ളം കയറി പ്ലാന്റിലെ മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പരിശോധന നടത്താതെ മലിനീകരണ നിയന്ത്രണ ബോർഡ് കമ്പനിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. സ്റ്റോപ്പ് മെമ്മോ മറയാക്കി MLA-മാരായ PK ഫിറോസ്, CK കാസിം, റസാഖ് മാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം കമ്പനിയെ സഹായിച്ചുവെന്ന് പരാതിക്കാരനായ സൈദലവി പറഞ്ഞു. തിരുവമ്പാടി നിയോജകമണ്ഡലം MLA CK കാസിം, കൊടുവള്ളി നിയോജകമണ്ഡലം MLA PK ഫിറോസിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെയും കൂട്ടിയിട്ട് അവിടെ കമ്പനിയിലേക്ക് ഉപരോധം ഏർപ്പെടുത്തി ക്ലീൻ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ആ ഉപരോധം ഏർപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യം പോലും ഇല്ലാതെ ഒത്തുതീർപ്പുണ്ടാക്കിയും ബാക്കിയുള്ളതെല്ലാം ചെയ്തിരിക്കുന്നത് കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് ബലമായി സംശയിക്കുന്നു. സ്റ്റോപ്പ് മെമ്മോ ഉയർത്തിക്കാട്ടി PK ഫിറോസ് അടക്കമുള്ള MLA-മാരും UDF നേതാക്കളും നടത്തിയ പൊറാട്ടു നാടകമാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ പൊളിഞ്ഞു വീണത്. കേസ് ഈ മാസം 21-ന് വീണ്ടും കോടതി പരിഗണിക്കും. കമ്പനി പ്രവർത്തനം തുടങ്ങിയ ശേഷം പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാൻ സർക്കാർ ഏജൻസികൾക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.